പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ വടക്കന്തറയിൽ BJP പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ കോൺഗ്രസ് പരാതി നൽകി. നിയമ നടപടിക്കപ്പുറം വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. മുഖ്യമന്ത്രിയും CPM-ഉം വിഷയത്തിൽ ഇന്ന് രമേശ് പിഷാരടിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയപ്പോൾ BJP സംഭവത്തെ ന്യായീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏകദേശം ഒരു 7:30-ക്കാണ് വടക്കന്തറ മേഖലയിൽ രമേശ് പിഷാരടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇറങ്ങിയത്. അവിടെ വച്ച് സിന്ധു എന്ന് പറയുന്ന BJP കൗൺസിലറുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സ്ത്രീകൾ രമേശ് പിഷാരടിയെ തടയുകയായിരുന്നു. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് സ്ത്രീകളാണ്, എന്നെ അങ്ങോട്ട് വിളിച്ചത് ഒരു അമ്മയാണ്. നിർബന്ധമായും അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് അവരുമായി തർക്കിച്ചത് മുഴുവൻ സ്ത്രീകളാണ്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞ സ്ത്രീവിരുദ്ധത, ഞാൻ എന്താണ് ചെയ്തത് എന്നൊന്നും ഒട്ടും വ്യക്തമല്ലല്ലോ. ഇത് ജനാധിപത്യ മര്യാദയുടെ ലംഘനമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ പാലക്കാട് നോർത്ത് പോലീസിനും കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പല കോണുകളിൽ നിന്നുള്ള പിന്തുണ രമേശ് പിഷാരടിക്ക് ലഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്നെ ആ വിഷയത്തിൽ എന്നോടൊപ്പം പിന്തുണച്ചു നിന്നു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇത് തിരിച്ച് അദ്ദേഹത്തിനായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിലും ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കാനുണ്ടാകുമായിരുന്നു. BJP പറയുന്നു ഈ തടയിൽ തങ്ങൾക്കുമായി ബന്ധമില്ല, അവിടുത്തെ കുറച്ച് അമ്മമാർ അവർ പിഷാരടിയെ തടഞ്ഞതാണ്. ഇവിടുത്തെ പെൺകുട്ടികളുടെ അമ്മമാരുടെ സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ? ആ പ്രതികരണത്തെ തുടർന്ന് അമ്മമാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിഷേധമുണ്ടാകും. ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.